നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കർപ്പൂരാതി തൈലത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കർപ്പൂരാതി തൈലത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അയമോദകം ഉണ്ട്, പച്ചക്കർപ്പൂരം ഉണ്ട്, അതുപോലെ കോക്കനട്ട് ഓയിലും ഉണ്ട്. അജമോദകം എന്ന് പറയുന്ന അയമോദകമാണ്. ഈ അയമോദകത്തിൽ നല്ല വാർമിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പച്ചക്കർപ്പൂരാണെങ്കിൽ കൺജഷൻ റിലീവ് ചെയ്യുന്നു. നമ്മൾക്കൊരു മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വളരെയധികം എഫക്റ്റീവ് ആണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ. ഇതാണ് സൂത്തിങ് ആയിട്ടുള്ള ഒരു ബേസ് ഓയിൽ എന്ന് പറയുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസ് ചേരുമ്പോഴാണ് ഇതിന്റെ കംപ്ലീറ്റ് അതിന്റെ ബെനിഫിറ്റ്സ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ കർപ്പൂരാതി തൈലം ബേസിക്കലി യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ജോയിന്റ് ഇഷ്യൂസിൽ യൂസ് ചെയ്യാം. പെർട്ടിക്കുലർലി മസിൽ ക്രാമ്പ്, മസിൽ സ്റ്റിഫ്നെസ്, മസിൽ ടെൻഷൻ, അതുപോലെ കഴുത്ത് തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള പല കണ്ടീഷൻസിലും കർപ്പൂരാതി തൈലം സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ചില കേസസിൽ നമ്മൾ നേസൽ കൺജഷൻ, അതുപോലെ സൈനസൈറ്റിസ്, മൈഗ്രെയിൻ ഒക്കെ വരുമ്പോൾ കർപ്പൂരാതി തൈലം നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ജസ്റ്റ് ഒരു മുഖാഭ്യംഗം പോലെ മസാജ് പോലെ ചെയ്യാറുണ്ട്. കംപ്ലീറ്റ്ലി നമ്മുടെ കൺജഷനും നമ്മുടെ എയർ പാത്വേ കംപ്ലീറ്റ് ആയിട്ട് റിലീവ് ചെയ്യാനും അത് ഓപ്പൺ അപ്പ് ചെയ്യാനും വളരെയധികം ചാൻസസ് കൂടുതലാണ്. എന്നാൽ ജോയിന്റ് ഇഷ്യൂസും ഇതുപോലുള്ള സ്വെല്ലിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരാതി തൈലം നമ്മൾ ബാക്കിയുള്ള ഓയിലിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. ധന്വന്തര തൈലം, മഹാനാരായണ തൈലം അതിന്റെ കൂടെയും അങ്ങനെ ഒത്തിരി അതർ ഓയിലിന്റെ കൂടെയും നമ്മൾ ചില കണ്ടീഷൻസിൽ നമ്മൾ കർപ്പൂരാതി തൈലം മിക്സ് ചെയ്യാറുണ്ട്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ മസിൽ ടെൻഷൻ, ക്രാംസ് കുറയ്ക്കാനും പെയിൻ കുറയ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് കർപ്പൂരാതി തൈലം. റെസ്പിറേറ്ററി ഇഷ്യൂസിനും വളരെയധികം ബെനിഫിഷ്യൽ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നസ്യം പോലുള്ള ട്രീറ്റ്മെന്റ്സിലാണെങ്കിലും ഇതുപോലെ നമ്മൾക്ക് പെട്ടെന്ന് നെഞ്ചിന്റെ ഭാഗത്തും പുറം ഭാഗത്തും ഒക്കെ ചെറു ചൂടാക്കിയിട്ട്, അതായത് ഡബിൾ ബോയിൽ ചെയ്തിട്ട്, ഒരു കാരണവശാലും എണ്ണ ഡയറക്റ്റ് ചൂടാക്കരുത്. ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ എണ്ണ നമ്മൾക്ക് ഇവിടെയും ഇവിടെ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേൾക്കുമല്ലോ. ഇപ്പൊ ഈ ശ്വാസം എടുക്കാനും കഫം കെട്ടിക്കിടക്കുന്ന കണ്ടീഷൻസിൽ നമ്മൾ യൂഷ്വലി വെറ്റിലയുടെ ഇല വാട്ടിയിട്ട് അതിൽ കുറച്ച് നമ്മൾ കർപ്പൂരാതി തൈലം ഒന്ന് തൂക്കിയിട്ടൊന്ന് വാട്ടിയിട്ട് നെഞ്ചത്ത് ചൂട് നോക്കിയിട്ട് നമ്മൾ കുഞ്ഞുമക്കൾക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിൽ തന്നെയാണ് കർപ്പൂരാതി തൈലം. നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഓയിൽ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് നൽകാവുന്നതാണ്. സോ അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.